ഞാനപ്പോൾ രാത്രി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഇവിടുത്തെ പത്മനാഭപുരം പാലസിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകാൻ വേണ്ടി എറണാകുളത്തോട്ട് പോകണം. അപ്പോൾ ചേട്ടായി എന്നെയും ചേച്ചിയും കൊണ്ടാക്കാൻ പോവുക. ഇന്നത്തെ ദിവസം ഒന്നും ഇരുന്നിട്ടില്ല. ഞാൻ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ലൈസൻസ് കിട്ടിയതിനൊരു സന്തോഷമുണ്ട്. വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ട്രെയിനിൽ ചോറ്റാനിക്കര അമ്പലം പിന്നെ എറണാകുളം എല്ലാം കഴിഞ്ഞ് നാളെ രാത്രിയുള്ള ട്രെയിനിൽ തിരിച്ച് വെളുപ്പിനെത്തും. ഇതാണ് പ്ലാൻ. ഞാൻ ഇതുവരെ ആക്ച്വലി ഇത് കൊട്ടാരത്തിലെ ചേച്ചിയുടെ അവിടുത്തെ ടൂറാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് രാത്രി 11:15 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ വരും. എരണിയിൽ നിന്നാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയും ചേട്ടയും രണ്ടുപേരും വരുന്നുണ്ട്. അമ്മയ്ക്കും വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് തക്കലയിലോട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഹറിബറിയിലുള്ള പാക്കിങ്ങും പോക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോകുമ്പോൾ അവിടെ എല്ലാ ടീം കൊട്ടാരത്തിലെ എല്ലാവരും അവിടെ ഉണ്ട്. ഒരു 10-72 പേര് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ട്രെയിൻ, ഇങ്ങോട്ട് വരുമ്പോഴും ട്രെയിൻ, മിഡിൽ ടൈമിൽ അവിടെ നമുക്ക് ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എറണിയിൽ കൊണ്ടാക്കുമ്പോഴത്തേക്ക് ആക്ച്വലി പോകുന്നത് രാത്രി ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിലെ തന്നെ പത്മനാഭപുരം പാലസിലെ തന്നെ സാറന്മാരും അവിടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും കൂടെ ഉള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2 ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൻ്റെ അടുത്താണ് ചേട്ടായി കൊണ്ടാക്കിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കണ്ണു പോലും കണ്ടുകൂടാ. കാരണം ഞാൻ ചേച്ചി നടന്നങ്ങ് ഡെഡ് എൻഡിൽ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ടൂറിൻ്റെ ഗ്രൂപ്പ്. അവരതുകൊണ്ട് തന്നെ അതിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാണ്, നമ്മുടെ സീറ്റ് ഏതാണ് റിസർവ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനും വന്നിട്ടുണ്ട്. കിടന്നു പറഞ്ഞത് ഇനീച്ചതും അറിഞ്ഞില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ട്. അപ്പോൾ 4:30 ആയപ്പോൾ നമ്മൾ എറണാകുളം സൗത്തിലാണ് കേട്ടോ റീച്ച് ആയിരിക്കുന്നത്. അപ്പോൾ എറണാകുളം സൗത്ത് ഈ ട്രെയിൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി പറഞ്ഞാൽ അകത്തൊക്കെ നല്ല പോസ്റ്റേഴ്സ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൗത്തിലെത്തിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇവർ നമുക്ക് വേണ്ടിയിട്ട് വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ 2 ബസ്സാണ് കേട്ടോ. ബസ്സൊക്കെ സൂപ്പർ ബസ്സായിരുന്നു, ഫുൾ AC ബസ്സായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ചോറ്റാനിക്കരയിലോട്ടാണ്. ചോറ്റാനിക്കരയിൽ പോയിട്ട് റൂം എടുത്തിട്ട് നമ്മൾ കുളിച്ച് റെഡി ആയിട്ടാണ് അമ്പലത്തിൽ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രെയിനിൽ നിന്നൊക്കെ എണീച്ച ഒരു കോലമാണ്. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. നമുക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലാണിത്. അവിടെ ചെന്ന് നമ്മൾ റൂമിൽ കയറി റെഡിയൊക്കെ ആയി. റൂമൊന്നും വലിയ തിരക്കേടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുളിച്ച് റെഡിയാവാൻ വേണ്ടി മാത്രമാണ്. ഞാൻ തന്നെ ആദ്യമേ കുളിച്ചു റെഡിയായി. എൻ്റെ പുതിയ ഡ്രസ്സ് ഞാൻ ഇന്നലെ ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ചത് ന്യൂ ഡ്രസ്സ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ലേ, അതൊരു മോശമാവില്ലേ. അങ്ങനെ നമ്മളെല്ലാം റെഡിയായിട്ട് ചോറ്റാനിക്കര അമ്പലം തൊഴാൻ പോവാണ്. ഒരു ചായ കുടിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചായ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകാൻ പോണത്.
അപ്പം ഇതെല്ലാം നമ്മുടെ കൊട്ടാരത്തിലെ പാലസിലെ പോലീസുകാർ അങ്ങനെ സാറുമാരെല്ലാം ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ആരെയും, എന്നാലും നമ്മളിങ്ങനെ ട്രിപ്പിലാണല്ലോ എല്ലാവരെയും പരിചയപ്പെടുക. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴുവാൻ പോവുകയാണ്. ഞാൻ പണ്ട് കൊച്ചുനാളിൽ വന്നിട്ടുള്ള കേട്ടോ, അപ്പോൾ എനിക്ക് വലിയ ഓർമ്മ സത്യമായിട്ട് ഇല്ല ഇപ്പോൾ. പണ്ട് ആൻറ്റിയുടെയൊക്കെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, ആസ് യൂഷ്വൽ ഒരു നമ്മൾ ഗുരുവായൂരൊക്കെ പോകുന്ന പോലെ തന്നെ അത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ബാച്ചസ് ആയിട്ട് തൊഴുവാൻ പോയി തുടങ്ങിയായിരുന്നു കേട്ടോ, റെഡിയായിട്ട് തൊഴാൻ വേണ്ടി ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ തൊഴുതിട്ടാണ് പോയത്. പുറത്തുനിന്ന് തൊഴുവാൻ പറ്റി, കാരണം ഇത്രയും ക്യൂ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഇപ്പം നട അടയ്ക്കും. അത് കഴിഞ്ഞാൽ 10:30 മാത്രമേ പിന്നെ നട തുറക്കത്തുള്ളൂ. അപ്പോൾ താഴെ ഇത് 2 ദേവിമാരുടെയാണ്, ചേച്ചി അനിയത്തി. അപ്പോൾ താഴെ നമ്മൾ ഇന്നൊരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ, അവിടോട്ട് തൊഴുവാൻ പോവാണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് കീഴേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് വരണം. അപ്പം നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല കൃഷ്ണൻ്റെ സ്റ്റാച്ചു ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വിഷു വരുമല്ലോ, എനിക്ക് ഓൾറെഡി ഒരു കുഞ്ഞ് കൃഷ്ണൻ്റെയാണ് ഉള്ളത്. ഒരു വലുത് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതൽ പറയുന്നതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്നൊരു ബാച്ച് അവിടെ എല്ലാവരും തൊഴുതിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാറിനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ലാസ്റ്റ് നമ്മൾ പാലസ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ സാറിനെയൊക്കെ കണ്ടു. ബാക്കി ആർക്കും എന്നെ അത്ര പരിചയമില്ല കേട്ടോ. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു കൊടുക്കണം ഞാൻ ചേച്ചിയുടെ നാത്തൂനാണ് എന്നുള്ള രീതി. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകാൻ പോണത് ഹിൽ പാലസിലോട്ടാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഹിൽ പാലസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി തന്നെ ചാർജ് ചെയ്യണമല്ലോ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ പെട്ടെന്ന് ചാർജ് തീർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ ബസ്സിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു, നല്ലൊരു ബസ്സായിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. അപ്പോൾ അടുത്ത് ഓരോരുത്തർ പാട്ട് പാടാനൊക്കെ ഉള്ള പരിപാടിയാണ്. എല്ലാവരും നല്ല കിടിലൻ ആൾക്കാരാണ് കേട്ടോ. ടൂറൊക്കെ പോകാൻ പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നല്ല കിടിലനായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ എനിക്ക് അത്രയും എല്ലാവരെയും അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവിടുത്തെ മാഡമും എല്ലാവരും കിടിലനായിരുന്നു കേട്ടോ, എല്ലാവരും തകർപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പത്മനാഭപുരം പാലസിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ ഓൾറെഡി കൂടെ വർക്ക് ചെയ്തവരും അങ്ങനെ ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും. ഇവരെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ പാലസിൽ നിന്ന് പാലസിലോട്ട് പോകുന്ന പോലെയായിരുന്നു. ഹിൽ പാലസ് പണ്ട് ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. ബട്ട് ഇപ്പം നിറയെ ഓരോ വട്ടവും ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഫുൾ പാട്ടായിട്ട് നമ്മുടെ വണ്ടിയിലിരുന്ന പാട്ടൊക്കെ കേൾപ്പിക്കാൻ ഒക്കത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്ലിംസ് ആയിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ, ലൈക്ക് ആ ഒരു എസൻസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹിൽ പാലസിൽ എത്തിയിട്ടുണ്ട്.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ ഹിൽ പാലസിനകത്തോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് തുറക്കാൻ നേരമേ ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കാതെ ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. ആ ബൊഗെയിൻവില്ലയൊക്കെ വളർന്നങ്ങ് മരം പോലെ കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ കടലാസ് പൂവെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക? നമ്മൾ പോകാൻ പോകുന്ന ഡൈനിങ് ഏരിയയിൽ എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ ഇരുന്ന് എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ അപ്പവും സ്റ്റൂവും ആയിരുന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഹിൽ പാലസിനകത്ത് കയറാതെ തന്നെ വെളിയിൽ മാനയൊക്കെ വളർത്തുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ആ മാനയൊക്കെ ഒന്ന് കാണാൻ പോവാണ്. ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഗുഹയൊക്കെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ മാനൊക്കെ നമ്മളെന്തെങ്കിലും ഇലയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ വന്ന് നിൽക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹ ഇതാണ്. ഒരു കുഞ്ഞി ഗുഹ. എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിലേക്കൂടെ ഇറങ്ങിയാൽ ഒരു ജസ്റ്റ് ഇപ്പുറത്തുനിന്ന് ഇറങ്ങിയാൽ അപ്പുറത്തിറങ്ങാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ ഗുഹ. ആദ്യം നമുക്ക് എങ്ങോട്ടാണെന്നൊരു കൺഫ്യൂഷൻ തോന്നും. പെട്ടെന്ന് തന്നെ ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റെപ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും. എന്തിനാണ് ഇങ്ങനൊരു സംഭവം? അതോ ഇതിൻ്റെ പിന്നിൽ വേറെ വല്ല സംഭവം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഗുഹ കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി ഇറങ്ങി വന്നു. എൻ്റെ മാനൊക്കെ നമ്മുടെ തൊട്ടടുത്ത് വരും കേട്ടോ. നമ്മൾ ഇല കൊടുത്താൽ മതി. അത് എസ്പെഷ്യലി പച്ച ഇല കൊടുക്കുവാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ ഞാനും ചേച്ചിയും ഓരോ ബ്ലൂബെറി ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. വെളുപ്പിന് തന്നെ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അസുഖമൊന്നും വരാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ അടുത്തത് നമ്മളിനി ഹിൽ പാലസിൻ്റെ അകത്ത് പോകാൻ പോവാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവരുടെയും ഒരു സ്ഥിരം സ്പോട്ടാണ് ഹിൽ പാലസ്. നമ്മൾ സ്കൂൾ ടൂറുകളുടെ എപ്പോഴത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളും അതേപോലെ കണ്ടിട്ടുണ്ടോ? എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് ഹിൽ പാലസ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ അവിടുത്തെ മാഡം ഒക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഫുൾ എങ്ങനെ എന്താണ് എല്ലാം ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ ഫുൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവർ എന്താ പറയുന്നതെന്നൊക്കെ ഒന്ന് കേട്ടാലോ. കൊട്ടാരമായിരുന്നു 1980 രാജ്കോട്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മളിവിടുത്തെ ഹിൽ പാലസിൻ്റെ റൂഫ് ടോപ്പിൽ പോയാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ടവർ കാണാൻ പറ്റും. അത് ചോയ്സിൻ്റെ ടവറാണ്. അത് റെസിഡൻസ് ആണ്. അതിന് മേലെ ഹെലിപ്പാഡ് അങ്ങനെ എല്ലാം ഉണ്ട്. അതേപോലെ ചോയ്സിൻ്റെ സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ ആ മാഡം പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്കറിയാവുന്നത്. എനിക്കെന്നെ അറിയത്തില്ലായിരുന്നല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ടവർ ചോയ്സിൻ്റെ ടവറാണെന്നൊന്നും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഓരോ തരത്തിലും ഇനി കണ്ടു പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ രാജസിംഹാസനം. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഈട്ടിത്തടിയും സിൽവറും കൊണ്ടാണ് കേട്ടോ. അവിടുത്തെ ഓരോ ചെയറും ഡെസ്കും എന്ത് കണ്ടാലും നമുക്ക് ആ റോയൽറ്റി നന്നായിട്ട് ഫീൽ ആവും. കാരണം അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സിൽവർ, ഗോൾഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അപ്പം അതേപോലെ തന്നെ അവിടെ നിന്നപ്പോൾ നമുക്ക് ഹിൽ പാലസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്കൊരു നോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ലിഫ്റ്റാണ്. അത് ഹിൽ പാലസിനകത്താണ്. എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനി ലണ്ടനാണ് ഇത് ആദ്യകാലത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതേപോലുള്ള മ്യൂസിയങ്ങളിൽ പോകുമ്പോൾ ആദ്യത്തെ സംഭവങ്ങളെല്ലാം കുറച്ച് കാണാൻ പറ്റും. ദ ഫസ്റ്റ് ലിഫ്റ്റ്, ദ ഫസ്റ്റ്, അങ്ങനെ കുറേ ഫസ്റ്റുകൾ കാണാൻ പറ്റും കേട്ടോ ഇതേപോലത്തെ മ്യൂസിയത്തിൽ പോയാൽ. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ലിഫ്റ്റൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ ആണെങ്കിൽ പോലും ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് എന്ത് ഒരു ത്രില്ലിംഗ് ആയിരിക്കും അല്ലേ. അതൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ തറയുടെ ഡിസൈനും അതിൻ്റെ തണുപ്പൊക്കെ ഇട്ട് ആ ചുണ്ണാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എന്ത് ഡിസൈനിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതേ ഡിസൈനിൽ വേറെയൊക്കെ കിട്ടുമെങ്കിലും അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അടുത്തത് നമ്മളങ്ങോട്ട് ഹാളിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ആനയുടെ ഇത്രയും വലിപ്പമുള്ള എക്സാക്ട് വലിപ്പമുള്ള ഒരു സ്കൾപ്ചർ ഉണ്ട് അവിടെ കേട്ടോ. അതുപോലെ തന്നെ ആ സ്കൾപ്ചറിൻ്റെ ബാക്കിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റോറേജും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഓരോന്ന് ഫുള്ളി വുഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചി രാജകുടുംബം എന്ന് പറയുന്നത് മരുമക്കത്തായമാണ് അവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ഓൺലി മെയിൽ ആൾക്കാർ മാത്രമേ അവിടെ ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരേ ഒരു ഫീമെയിൽ റൂളറാണ് ഗംഗാധര ലക്ഷ്മി എന്ന് പറയുന്നത്, റാണി ഗംഗാധര ലക്ഷ്മി. വുമൺ പവർ. രാജകുടുംബത്തിലെ തറവാട്ടമ്മമാരും അവരുടെ ഫുൾ കുടുംബവും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ആനയുടെ ബാക്കിലെ സ്റ്റോറേജ് പറഞ്ഞില്ല, അത് ഇതാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഫാമിലി ട്രീ ആണ് കേട്ടോ. മൊത്തത്തിൽ ഏതൊക്കെ മക്കള്, ആരൊക്കെ മരുമക്കള്, അങ്ങനെയുള്ള ഫുൾ ഫാമിലി ട്രീ ആണ് ഇത്. നമ്മുടെ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഫുൾ ഫാമിലി ട്രീ. ഹെഗെയിൻ തറ കാണുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഓരോ തറയും അതിൻ്റെ ഡിസൈൻസും അതുപോലെ തന്നെ അതിൻ്റെ തണുപ്പും എല്ലാം. ഞാനങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ നേരിട്ട് പോയി അതെല്ലാം വായിച്ച് ഒക്കെ മനസ്സിലാക്കണം. ഞാൻ കണ്ടതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണിച്ചിത്തറ താഴിലെ ശോഭന നടന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. അതായത് ബ്രിട്ടീഷുകാരാണ് പിന്നീട് ദിവാൻമാരെ നിയമിച്ചത്. ആ തമ്പുരാൻ നോക്കിക്കായോ. ട്രാവൻകൂറും കൊച്ചി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം തിരുവിതാംകൂർ രാജാവ് രാജപ്രമുഖം എന്ന് പറഞ്ഞൊരു പദവി, കൊച്ചിയിലെ രാജാവിന് ക്ഷേത്രങ്ങളിലെ ചുമതലയാണ്. ഐക്യകേരള സമ്മേളനങ്ങളാണ്. ഇതാട്ടോ രാജാവിൻ്റെ കിരീടം. നമുക്കിവിടെ നേരിട്ട് കൈക്കിരീടം കാണാൻ പറ്റും, പക്ഷേ അവിടെ ആണെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം ഗോൾഡ് കിരീടം ഇതെല്ലാം ഇരിക്കുന്നിടത്ത് ക്യാമറ കൊണ്ടുപോകാനേ പാടില്ല. ഈവൻ നമ്മൾ വെളിയിൽ വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷനൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് പത്മനാഭപുരം പാലസിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് എനിക്കിതെല്ലാം എടുക്കാൻ പറ്റിയത് കേട്ടോ ആക്ച്വലി. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് അതിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുക്കണം. ഞാൻ നേരത്തെ പത്മനാഭപുരം പാലസിൽ നിന്ന് വീഡിയോ എടുത്തിരുന്നപ്പോൾ ഇവിടുത്തെ എത്ര രൂപയാവും എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിൽ പാലസിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ വീഡിയോഗ്രാഫി എടുക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഹിൽ പാലസൊക്കെ കണ്ട് തീരാറായി കേട്ടോ. ഈ ഇരിക്കുന്ന സ്കൾപ്ചേഴ്സ് എല്ലാമേ ആനക്കൊമ്പിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റയർലി ആനക്കൊമ്പിലുള്ളത്.
ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മനാഭപുരം പാലസിൽ നേരത്തെ വർക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ ഹിൽ പാലസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റുമ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലിങ്, എല്ലാവർക്കും അത് ഹാപ്പി ആയിട്ട് എല്ലാവരും അവരോ അവിടെ എവിടെയൊക്കെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഹിൽ പാലസിൻ്റെ ഒരു വുഡൻ മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ്. കുഞ്ഞു കുഞ്ഞ്, എനിക്ക് പണ്ട് ഈ കളിപ്പാട്ടങ്ങളിലൊക്കെ കുഞ്ഞു പാത്രം, കുഞ്ഞ് ഗ്യാസ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് വീടൊക്കെ കാണുമ്പോഴേ എന്തോ ഒരു ഇഷ്ടമാണ്. വയസ്സ് കൂടിയെങ്കിലും അതിലൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും. ഈ ടൂറിൽ പലയിടത്തും പല ക്വാളിറ്റിയുള്ള ചില വീഡിയോസ് നിങ്ങൾ കാണും. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ചാർജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പിന്നെ ഞാൻ ചേച്ചിയുടെ ഫോണൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന സാറന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കാണും കേട്ടോ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ മ്യൂസിക് ബോക്സാണ്. നമ്മുടെ കൊച്ചുങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന കണ്ടിട്ടില്ലേ, പാട്ട് പാടുന്ന ചെറിയ ചെറിയ മ്യൂസിക് ബോക്സ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വേർഷനാണ് കേട്ടോ ഇത്. ആദ്യം എനിക്ക് കണ്ടിട്ട് ഇത് അലമാരിയാണോ ഒന്നും മനസ്സിലായില്ല. പിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് മ്യൂസിക് ബോക്സ് ആണെന്ന് പറഞ്ഞത്. എനിക്ക് തറയോടുള്ള അട്രാക്ഷൻ കാരണമാണ് എപ്പോഴും ഞാൻ തറയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാള്, പരിച അങ്ങനത്തെ ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജ്വല്ലറി അതെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പഴയകാല ജാറ്, പ്ലേറ്റ് അതെല്ലാം അവിടെ നല്ലതായിട്ടുണ്ട്. ഓരോരുത്തർ സമ്മാനം കൊടുക്കുന്നതും രാജാവിന് സമ്മാനം കൊടുക്കുന്നതൊക്കെ സ്പെഷ്യലായിട്ട് അവർ റൂമിൽ അറേഞ്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത പല സംഭവങ്ങളൊക്കെ അവർക്ക് പണ്ട് പ്രസൻ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ആസ് യൂഷ്വൽ അത് മേടിക്കാൻ പറ്റും. എന്നാലും അങ്ങനെ അതെല്ലാം പണ്ടത്തെ രാജാവിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പല്ലക്കുകൾ, ഞാൻ പത്മനാഭപുരം പാലസിൽ അങ്ങനെ ഒരുപാട് പല്ലക്ക് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ പക്ഷേ നിറയെ പല്ലക്കുകൾ അവർ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ നമ്മുടെ സാറ്, പത്മനാഭപുരം പാലസിലെ സാറാണത്. പുള്ളിക്കാരനാണ് എനിക്ക് കഴിഞ്ഞ വട്ടം ഷൂട്ട് ചെയ്യാനൊക്കെ എനിക്ക് പെർമിഷനൊക്കെ തന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാട്ട് ഇടുന്നില്ല, കാരണം നമ്മൾ ഉടനെ അടുത്ത സ്പോട്ടായിട്ടുള്ള സെൻറ്റ് ജോർജ് പള്ളിയിലോട്ട് പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും പാട്ട് പാടാനും ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ സെൻറ്റ് ജോർജ് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എവിടെ വന്നാലും ഒരു ഫോട്ടോ അതിന് മുന്നിൽ നിന്ന് എടുക്കണമെന്നുള്ളത് ടൂറ് പോയ മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ അകത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിക്കകത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് തൃപ്പൂണിത്തറയിലുള്ള ശ്രീ പൂർണ്ണത്രയീശ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് എല്ലാവരും കൂടെ പോകാനുള്ളവർ മാത്രം ഒരു വണ്ടിയിലായിട്ട് അങ്ങോട്ട് പോകാൻ. ബാക്കിയുള്ളവരെല്ലാവരും ലഞ്ച് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്
ആൾക്കാരെല്ലാം ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒടുക്കത്തെ പവറിലും കണ്ട് ഡാൻസ് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ ടൂറിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് അത് ഫുള്ളി നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീലി ചേച്ചിയൊക്കെ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇനി കൊട്ടാരത്തിൽ നിന്ന് ടൂർ പോയുമ്പോൾ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും പോകും കേട്ടോ. ഞാൻ പോയാൽ നിങ്ങളെ വീഡിയോയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് നക്ഷത്ര കാറ്ററിംഗ് ഇവൻ്റ് എന്നാണ് കേട്ടോ. അത് സൂപ്പർ ഫുഡ്, നല്ല അടിപൊളി ലഞ്ചായിരുന്നു അവിടുത്തത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ളവരൊക്കെ കഴിച്ചു. അവിടെ നല്ല തിരക്കാണ് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ. നല്ലൊരു ഊണാണ്. എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ മീനിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അതേപോലെ ഊണ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ നല്ല സൂപ്പർ പായസം ഇരിക്കുന്നു. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 40 രൂപയാണ്. അപ്പോൾ ഞാനും ചേച്ചി ഓരോ ഗ്ലാസ് മേടിച്ച് കഴിച്ചു. പിന്നെ വീണ്ടും വണ്ടി കയറി. ആൾക്കാർ സ്റ്റിൽ എന്താ പറയുക, എനർജി ഫുൾ ഓണാണ്. ഡാൻസ് കളി തുടങ്ങി. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് മട്ടാഞ്ചേരി പാലസിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാലസും വിടാൻ പാടില്ല, എല്ലാ പാലസും നമ്മൾ കണ്ടിരിക്കും. പാലസ് ടു പാലസ്, അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് മട്ടാഞ്ചേരി പാലസ്. അപ്പം നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കും. അപ്പോൾ നമ്മൾ ടോട്ടലി 72 പേരുണ്ടായതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ എടുക്കാൻ ഇച്ചിരി കൺഫ്യൂസിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കുറച്ച് നേരം അകത്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കുള്ള ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഓരോരുത്തർക്കുള്ള ടിക്കറ്റ് 5 രൂപ ആ റേഞ്ചിനേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറുള്ള കൊട്ടാരത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിപ്പമൊന്നുമില്ല, എന്നാലും അകത്ത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ആർട്ട് വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. അവിടെ ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കാൻ അലോഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസ് വേണേൽ എടുക്കാം, പക്ഷേ വീഡിയോസ് എടുക്കാൻ പാടില്ലെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ചിലതൊക്കെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് അറിയുന്നതിന് മുമ്പ് എടുത്തത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ഹിൽ പാലസിലെ പോലെ തന്നെ രാജാവിൻ്റെ തന്നെ വാള് പരിച അങ്ങനത്തെ അമ്പും വില്ലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലുള്ള ഓരോ ഗോപുരത്തിൻ്റെ മേലുള്ള ആർട്ട് വർക്കും തറയും മൊത്തത്തിലുള്ള ഭിത്തിയിലൊക്കെ നല്ല വരച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് അവർ നല്ലതായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒബ്വിയസ്ലി ഇത് അവർ നന്നായിട്ട് എല്ലാ വർഷവും പ്രിസർവ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത്രയും ഭംഗിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഒരുപാട് നമുക്ക് കാണാനില്ല കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെളിയിലിറങ്ങി. ഈ വെളിയിലിറങ്ങി കഴിഞ്ഞാലാണെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് വന്നെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പറ്റുമെന്ന് ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പം നല്ല കുറച്ച് ഭംഗിയുള്ള സാധനം കിട്ടി. അപ്പോൾ ഞാൻ 2 സാധനം അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഒരു വളയും പിന്നെ അതേപോലെ ആക്ച്വലി ഞാൻ നോക്കിയത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ് നോക്കിയത്, പക്ഷേ എനിക്ക് അത്രയൊന്നും നല്ലതായിട്ട് എനിക്കൊന്നും പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വളയും ചേട്ടായിക്കാണെങ്കിൽ ഒരു വാച്ച് പോലത്തെ ഒരു കീ ചെയിനും മേടിച്ചിട്ടോ. അപ്പോൾ അതെനിക്ക് കുറേ നല്ലതായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് 2 ഞാൻ മേടിച്ചു. ഇതാട്ടോ ഞാൻ വാങ്ങിച്ചത്. അത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് തോർക്കാനും അടയ്ക്കാനും പറ്റും. അതൊരു കീ ചെയിൻ കൂടാണ്. അപ്പം അടുത്തത് നമുക്ക് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലോട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു സെൻറ്റ് ഫ്രാൻസിസ് അമ്പലം എന്നല്ല, ചർച്ചിൽ പോകാൻ പോവാണ് നമ്മൾ.
ഈ വൺ ഡേ ട്രിപ്പിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ ഒരു ഡേയിൽ കവർ ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിറയെ നടക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഈ ടൂറിന് അതുപോലെ തന്നെ ബാക്കി കണ്ട സ്ഥലമെല്ലാം അടിപൊളിയായിരുന്നു, ടൂർ അടിപൊളിയായിരുന്നു, പക്ഷെ ഒരുപാട് നടന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വയസ്സവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. വയസ്സവർക്കെന്ന് മാത്രമല്ല കേട്ടോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ടോട്ടൽ സ്റ്റെപ്സ് കൗണ്ട് 14,000 ആയിരുന്നു ആക്ച്വലി കാണിച്ചത്. അപ്പം നമ്മൾ ഈ പള്ളിക്കകത്ത് കയറുമ്പോൾ ഇവിടെ തന്നെയാണ് വാസ്കോ ഡ ഗാമയുടെ അടക്കിയ സ്ഥലം ശവകുടീരം ഉള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പള്ളിയിൽ വരുന്നത്. അടുത്ത് നമ്മൾ പോകാൻ പറയുന്നത് ബാസ്റ്റൺ ബംഗ്ലാവാണ്. അതെങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇതൊരു റെസിഡൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സബ് കളക്ടറിൻ്റെ റെസിഡൻസ് ആണ്. ഇതൊരു ഡച്ച് സ്റ്റൈലിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്കിടെ ഇവിടെ 4 മണി, അപ്പോൾ ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാരെല്ലാവരും സാറിൻ്റെയൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈവനിങ് സ്നാക്ക്, ടീ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്നാക്സ് എല്ലാം കഴിച്ചതിന് ശേഷം അകത്തെല്ലാം കാണാൻ പോവാണ്. നല്ല നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിക്കുന്നതൊക്കെ അങ്ങ് നീരാവിയായിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. നല്ല നടത്തയും നല്ല ഫുഡും കിടിലൊരു ടൂറായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ. വർത്ത് ഇറ്റ് ഡേ അതുപോലത്തെ ഒരു ഫുള്ളി ഒക്കുപ്പൈഡ് ഡേ എന്ന് വേണേൽ പറയാം. അപ്പം നല്ല ചായയും നല്ല കിടില ഇലയപ്പം ഒക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കടലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. മീൻ പിടിക്കുന്നത്, കടൽ, അതേപോലെ നല്ല സ്ട്രീറ്റിലുള്ള ചെറിയ ചെറിയ കടകളും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഒരു കിടിലൻ വ്യൂ ആണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വെസ്റ്റേൺ ബംഗ്ലാവെല്ലാം കണ്ടിറങ്ങി. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് വാട്ടർ മെട്രോ ആണ് കേട്ടോ. സത്യം പറയാൻ എനിക്ക് ഇങ്ങനൊരു സംഭവത്തെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. പണ്ടൊക്കെ ഞങ്ങൾ എൻ്റെ ആൻറ്റിയുടെയൊക്കെ വീട് എറണാകുളത്തായിട്ടായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഈ വാട്ടർ മെട്രോ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് ചോദിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇപ്പം ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കാരണം അവധിയാണ്, ഇഷ്ടംപോലെ തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ക്യൂ ഒക്കെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കയറാൻ പറ്റിയത്. കാരണം ഇത് ഓരോ ബാച്ചായിട്ടേ അവർ കയറ്റത്തുള്ളൂ കേട്ടോ. ലൈക്ക് അറ്റ് എ ടൈം എനിക്കൊന്ന് 100 പേരൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കയറണമെങ്കിൽ തന്നെ ഒരു ട്രിപ്പ് വേണമല്ലോ, അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് ക്യൂ ഒക്കെ നിൽക്കാൻ തുടങ്ങി. എനിക്ക് ആക്ച്വലി ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര കൂളാണ്.
അങ്ങനെ നമ്മുടെ മുന്നിലുള്ള ബാച്ച് പോയിന് നെക്സ്റ്റ് നമ്മളാണ് കേട്ടോ. ആ സമയം കൊണ്ട് എല്ലാവരും കൂടെ നല്ല തമാശയൊക്കെ കളിയൊക്കെ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കയറാൻ പോവാണ്. അപ്പം നമുക്ക് ഇതേപോലെ ഫുള്ള് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 30 മിനിറ്റ്സിൻ്റെ ഒരു ട്രിപ്പ് മൊത്തത്തിലുണ്ട്. ആ സമയം കൊണ്ട് എല്ലാവരും എന്താ പറയുക, പാട്ടായി ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. അകത്തിരുന്നിട്ട് നല്ല കിടിലം പാട്ടായിരുന്നു എല്ലാവരും കൂടെ, മാഡം എല്ലാം. അങ്ങനെ നമ്മുടെ കിടിലൻ വാട്ടർ മെട്രോ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ബോട്ടിങ്ങിനാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് DJ ബോട്ടിംഗ് കൂടെ. അപ്പം മേലെ നമ്മൾ കുറേ നേരം ഒരു ട്രിപ്പ് പോലെ പോവും. അതിനുശേഷം താഴെ നമുക്ക് ഈ ബോട്ടിൻ്റെ തന്നെ താഴെ DJ പോലെ ഉണ്ട്. അപ്പോൾ ബോട്ടിന് അകത്ത് DJ പോലെ, പക്ഷെ സംഭവം കിടിലനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 600 രൂപയാണ് പെർ അവർ ഉള്ളത്. അപ്പോൾ മേളിൽ നമ്മൾ ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല, കാരണം ബാലൻസ് ഒക്കെ പോകും. DJ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല കിടിലൻ പാട്ടും DJയും ഡാൻസും ഒക്കെ ആയിട്ട് കിടിലനായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, സംഭവം അടിപൊളിയായിരുന്നു. വിയർത്ത് കുളിച്ച് ഒരു പരുവായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി വന്ന് കയറിയപ്പോൾ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ലുലു മാളാണ് കേട്ടോ. ഇതുകൂടെ കഴിയുകയാണെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചു പോകാനാണ്, ട്രെയിൻ ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അവിടെ എത്തി. എല്ലാവർക്കും അങ്ങനെ കയറാനുള്ള ശക്തി ഉണ്ടായിട്ടല്ല, എന്നാലും അവസാനം നമ്മൾ ലുലു മാളിൽ കയറുകയാണ്. നല്ല തളർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ആയപ്പോഴത്തേക്ക് കാലുവേദനയായി ക്ഷീണമായി ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചേച്ചി കൂടെ കഫേ കോഫി ഡേ കയറിയിട്ട് ഒരു കോൾഡ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കോൾഡ് കോഫി തന്നെ കുടിച്ചതിന് ശേഷം ഞാൻ ലുലു ഫാഷനിലും ചുമ്മാ ഒന്ന് ചേച്ചിയെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ലുലു ഫാഷനിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. അതിന് ശേഷം നമ്മൾ ലുലു ഫാഷനിൽ ഞാനൊരു ഐഡൻറ്റിറ്റിയുടെ ടോപ്പ് എടുത്തിട്ടോ, ബ്ലൂ കളർ. ആക്ച്വലി ഐഡൻറ്റിറ്റിക്കാരെന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. മോസ്റ്റ്ലി എല്ലാ കളർ ടോപ്പും എൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ വിസിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലുലു മാളിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. അവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ ഐറ്റനറി പ്രകാരം നമ്മൾ ആക്ച്വലി ഞങ്ങൾ താമസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരും നേരത്തെ ഇറങ്ങിയോണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. പിന്നെ ഞാനും ചേച്ചി കൂടെ ഒരു ഓട്ടപ്രദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളും അവരുടെ കൂടെ തന്നെ എത്തി. ഇനി അടുത്തത് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ ടൂർ ആയിട്ട് ഇനി നമ്മൾ ജസ്റ്റ് ഡിന്നർ കഴിക്കണോ, ട്രെയിനിൽ കയറണോ, വീട്ടിൽ പോകണം, ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല കിഡിലൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇത് ടൂറെല്ലാം ഓർഗനൈസ് ചെയ്ത സാർ ആക്ച്വലി എറണാകുളംകാരനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാ സെറ്റപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നത്. ആക്ച്വലി ആ സാറിനൊരു ബിഗ് താങ്ക്സ് ആണ് കേട്ടോ. അടിപൊളി ടൂറായിരുന്നു. അങ്ങനെ ഈ ടൂർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ.